ഈ പവിത്രമായിരിക്കുന്ന ഈ ചടങ്ങ് നമ്മൾ സ്വന്തം കൈകൾ കൊണ്ട് നിർവഹിക്കുന്നത്. ആദിപരാശക്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതി തന്നെ ദീപത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ കുടിപതിയായിരിക്കുകയാണ്. അങ്ങനെ ആവിർഭാവം ചെയ്തിരിക്കുന്ന ദേവി ദീപപ്രചുരമായിരിക്കുന്ന വിളക്കിന്റെ സ്വരൂപത്തിൽ എത്തിയിരിക്കുന്ന ദേവിയെ പാദകങ്ങളിൽ നമ്മൾ 1000 മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്തി പുരസ്സരം നമ്മൾ ദേവിയെ പൂജിക്കുകയാണ്. അത് വളരെ ശ്രേഷ്ഠകരമാണ്. ആദിപരാശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത്. ത്രിമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് എല്ലാം തന്നെ ആദിപരാശക്തിയുടെ തന്നെ പിൻബലത്തോട് പ്രവർത്തിക്കുന്നതാണ് എന്ന് ലളിതാസഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടികർത്തനെ ബ്രഹ്മരൂപ എന്ന് പറയുന്നുണ്ട് മന്ത്രത്തിൽ. സൃഷ്ടികർത്തനെ നടത്തുന്ന ബ്രഹ്മാവ് ഞാൻ തന്നെയാണ്. ബ്രഹ്മാവിന്റെ രൂപത്തിൽ ഞാൻ തന്നെയാണ് സൃഷ്ടികർത്തനെ നടത്തുന്നത്. അതിനുശേഷം ഗോത്രി ഗോവിന്ദ രൂപി എന്ന് പറയും. ഗോവിന്ദന്റെ രൂപത്തിൽ രൂപമായിട്ട് ഞാൻ തന്നെയാണ് എല്ലാ സംഗതിയും നിലനിർത്തി കൊണ്ടുപോകുന്നത്. വിഷ്ണുവിന്റെ രൂപത്തിൽ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത്. അതിനുശേഷം സംഹാരനെ രുദ്രരൂപ, സംഹാര കർത്തവ്യം ചെയ്യുന്ന പ്രവൃത്തി രുദ്രന്റെ രൂപത്തിൽ ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പൊ സൃഷ്ടികർത്തി ഗോത്രി ഗോവിന്ദരൂപി സംഹാരനെ രുദ്രരൂപ തിരോധാന കരീശ്വരി എന്ന് പറയുന്നത്. തിരോധാനം ചെയ്യുന്ന ആത്മാവ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പോകും. ആ തിരോധാനം ചെയ്യുന്ന ആത്മാവിനെ ഈശ്വരിയുടെ ഈശ്വരിയുടെ രൂപത്തിൽ ഞാൻ തന്നെയാണ് പ്രേതാത്മാവിനെ അല്ലെങ്കിൽ ആത്മാവിനെ ഞാൻ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ഈശ്വരി എന്നാണ്. അതുകൊണ്ടാണ് തിരോധാന കരീശ്വരി എന്ന് പറയുന്നത്. പിന്നെ സദാശിവാനുഗ്രഹമാണ് അടുത്ത പദം പറയുന്നത്. സദാശിവന്റെ രൂപത്തിൽ ഈ പോയിരിക്കുന്ന അല്ലെങ്കിൽ ദിവംഗതമായിരിക്കുന്ന ആത്മാവുകളെ അവരുടെ കർമ്മത്തിനനുസരിച്ചുകൊണ്ട് സ്വർഗനരകങ്ങൾ, മോക്ഷങ്ങൾ, പുനർജന്മം ഇതിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് അനുഗ്രഹകലയെ നൽകി സദാശിവൻ എന്ന രൂപത്തിൽ ഞാൻ തന്നെയാണ് അവരെ പുനർജന്മത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ബന്ധാവിലേക്ക് വിടുന്നത്. അങ്ങനെ 5 കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിർവഹിക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അമ്മയെ ആദിപരാശക്തിയെ എന്ന് പറയുന്നത് പഞ്ചകൃത്യപരായണി എന്ന് പറയുന്നത്. ഈ കർത്തവ്യമൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത്. 5 സംഗതികൾ നടക്കുന്നുണ്ട് പ്രപഞ്ചം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഭൂമി, ഈ 5 സംഗതികൾ ചേർന്ന പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ 5 കർത്തവ്യങ്ങൾ ഈ പ്രപഞ്ചം നടക്കുന്നുണ്ട്. അതിനെ പ്രപഞ്ചം എന്ന് പറയുന്നു. അങ്ങനെ ആദിപരാശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ആദിപരാശക്തികൾ മന്ത്രങ്ങളായിരിക്കുന്ന ഈ 1000 മന്ത്രങ്ങൾ.
നമ്മൾ ജപിക്കുമ്പോൾ അർച്ചന ചെയ്യുമ്പോൾ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാദേഹി ച പാർവതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. സഹസ്രാഭായ നമഃ. ഓം ചതുർബാഹുസമന്വിതായ നമഃ. ഓം നാഗസർവാസാഖ്യായ നമഃ. ഓം പ്രതാകരാശോഭിലായ നമഃ. ഓം നമോരുപശുപദന്ധായ നമഃ. ഓം പതിന്മാത്രസായ നമഃ. ഓം ബ്രഹ്മാണ്ഡമണ്ഡലായ നമഃ. ഓം ചന്ദ്രാശോഭനാഥസൗന്ദര്യായ നമഃ. ഓം കുരുമന്ദമനസ്സേ നമഃ. നമഃ. ഓം മനസ്സമംഗല്യഹൃദയായ നമഃ. ഓം നമഃ. ഓം നവസമ്പുഷ്പാവനാസബന്ധവിനാശായ നമഃ. കർമ്മപൂരമനോഹരായ നമഃ. ഓം സാരംഗൈവളിപൂർവമനോഹരായ നമഃ. ഓം കർപ്പൂരവിടികാമോദാസമാശുതിഗന്ധരായ നമഃ. ഓം യസല്ലാ മാധുര്യമനിൽ സരസ്വതേ നമഃ. ഓം വന്ദേ സർവാഭൂതമന്ത് കാമേശമാനസായ നമഃ. ഓം കനയാംഗതജൈവരകമയവിയാംഗിതായ നമഃ. ഓം രത്നഗ്രവീന്ദാകുലബ്ധവിലാസായ നമഃ. ഓം ഇക്ഷുരമതാരസമന്വയമായ നമഃ. ഓം സ്തനപാല ജന്മദ്ഭദ്രബന്ധവലിത്രായ നമഃ. ഓം ഓം കാമേശജ്ഞാനസൗഭാഗ്യമാർദ്ദവോദയാനിതായ നമഃ. ഓം മാണിക്യമഹാകാര ജാനതവിരാജിതായ നമഃ. ഓം ദ്രവ്യഭാവരക്ഷിസ്മാസ്മരണഭജാനിയായ നമഃ. ഓം പരദ്വിപ്രാണകാരപരനാംഗസ്വരൂപികായ നമഃ. ഓം വിജ്ഞാനമണിമഞ്ജീരമുദസ്തിപ്രദാംബുജായ നമഃ. ഓം അനാദി മന്ദഗമനായ നമഃ. ഓം സർവാനമധ്യായ നമഃ. ഓം സർവാഭരണഭൂഷിതായ നമഃ. ഓം ശിവാകാമേശ്വരാംഗസ്ഥായ നമഃ. ഓം ശിവാസ്വാഭീനവല്ലഭായ നമഃ. ഓം സുമേലിപുംസംഗസ്ഥായ. ഓം ചിന്താമണിമൃഗാന്തസ്ഥായ നമഃ. ഓം അബ്ദപരമാസസ്ഥായ നമഃ. ഓം മഹാമർപ്പണി സംസ്കൃതദുർബലവാസിന്യേ നമഃ. ഓം ഹാസാഗരമധ്യസ്ഥായ നമഃ. ഓം കാമാക്ഷികാമദായിന്യേ നമഃ. ഓം ധർഭക്ഷീകര ഓം അശ്വാരുവാശോടി വിലാവൃതായ നമഃ. ഓം ചക്രരാജരത്നായുധ സർവായുധപുഷ്കൃതായ നമഃ. ഓം വീക്ഷകരന്ധാനമന്ത്രിസേവിതായ നമഃ. ഓം വീക്ഷകരധാരുടപ്രസ്തുതായ നമഃ. സുഖായ നമഃ. മഹാവിക്രമന്ദായ നമഃ. സ്വാമിന്യായ നമഃ. സ്വാമിയായ നമഃ. ഓം കാമേശായ നമഃ. ഓം ബ്രഹ്മോമേന്ദ്രാമഹേന്ദ്രാദിദേവസംസ്കൃതിവായ നമഃ. ഓം നരേന്ദ്രായ സംസർവകാമസജീവസതേ നമഃ. ഓം ശ്രീമദ്ഭാഗവതോയായ നമഃ. സ്വാമിനാഥകടിതരേന്ദ്രാമന്ദികുടസ്വരൂപിണേ നമഃ. ഓം ശക്തികൂടേതാവകടിതോ ഭാഗതാരണേ നമഃ. ഓം മരണ
ओम धन्ये नमः ओम विष्णुदेवसे नमः ओम भवानी नमः ओम नागज्ञाय नमः ओम कुमारपुरारियाय नमः ओम प्रतिप्रभापतिप्रयाय नमः ओम शांति शास्त्राध्याय नमः ओम सर्वाणि सर्वदायिने नमः ओम शांति नमः ओम श्रीदेवी नमः ओम सात्वे नमः ओम निष्कामाय नमः ओम निर्गुणवाय नमः ओम नित्यमुक्ताय नमः ओम निर्विकाराय नमः ओम निष्प्रपंचाय नमः नारायणाय समर्पयामि सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके देवी नारायणी नमोस्तुते। तदो मां देवता स्वर्गे मर्त्यलोके च मानवा सुबन्धो व्याकरिष्यन्ति सर्वं रक्तदन्तिकां भूयश्च शतवार्षिक्यामनावृष्ट्यामनम्भसि मुनिभिः संस्कृता भूमौ सम्भविष्यामि योनिजा ततश्चतेन नेत्रा लक्ष्मी नारायण लक्ष्मी नारायण